I said him to go home ആണോ I told him to go home ആണോ? Say versus tell. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സേയിൻ്റെ കാര്യം ആദ്യം പറയാം. സേ കഴിഞ്ഞിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ, ഇനി ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് മീ, ഇറ്റ്, ഹിം, ഹെർ, ദം ഇതൊക്കെയാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു സെൻറ്റൻസ് പറഞ്ഞുതരാം സേവ് വെച്ചിട്ട്. ഓക്കെ, he said go home. He said go home. കണ്ടോ, ദാറ്റ്സ് റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ he said to me go home. കണ്ടോ, അവിടെ ഒബ്ജക്റ്റ് വരുമ്പോൾ ടു വേണം. he said to me go home. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, he said to me to go home. ഇനി അടുത്ത് നമുക്ക് ടെല്ലിൻ്റെ ഇത് നോക്കാം. ടെല്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒബ്ജക്റ്റ് എന്തായാലും വേണം. സേയിൻ്റെ കാര്യത്തിൽ ഒബ്ജക്റ്റ് വേണമെന്നുള്ള ഓപ്ഷനിലാണ്. ഒബ്ജക്റ്റ് വെച്ചിട്ടും പറയാം, വെക്കാതും പറയാം. പക്ഷേ ടെല്ലിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒബ്ജക്റ്റ് വേണം. ദാറ്റ്സ് എ റൂൾ. അപ്പോൾ ടെല്ല് വെച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയണ്ടേ, he told me to go home. അല്ലാതെ he told to me അല്ല, he told me to go home എന്നാണ് വേണ്ടത്. പക്ഷേ ടെല്ലിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് എക്സെപ്ഷൻസ് പറയണം. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. കാരണം ഇംഗ്ലീഷിൽ റൂൾസ് ഉണ്ടെങ്കിൽ അതിനധികം എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ടെല്ലിൻ്റെ കാര്യത്തിൽ ചില വാക്കുകളുണ്ട്, അതിൻ്റെ കൂടെ ടെല്ല് വരുമ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റ് അവിടെ വേണ്ട. എങ്ങനത്തെ വാക്കുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ജോക്ക്, രണ്ടാമത്തെ സ്റ്റോറി, ട്രൂത്ത്, ലൈ, ഫോർച്യൂൺസ്. ഇതൊക്കെ വെച്ച് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. He tells stories. He tells stories to whom? അവിടെ ടു കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഒന്നും ഇല്ല. He tells stories നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അടുത്തത് he is a pro at telling jokes. ഇനി അടുത്തത് you should never tell a lie. ഇനി you should always tell the truth. പിന്നെ he told fortunes. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും കോഴ്സിൽ ജോയിൻ ചെയ്യാനും ക്ലിക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു. ബൈ. English House. English at your fingertips.